വെൽക്കം ബാക്ക് ടു ന്യൂസ് ബ്ലാസ്റ്റ്. മറ്റു വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ സംവിധാനങ്ങളും ജീവനക്കാരും കുറവായതോടെ നട്ടം തിരിഞ്ഞ് രോഗികൾ. മെഡിക്കൽ കോളേജ് ICU പ്രവർത്തിക്കുന്നത് ആകെ 5 കിടക്കകളുമായാണ്. വാർഡുകളിൽ ആകെ 120 കിടക്കകളാണുള്ളത്. കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ലെന്നാണ് രോഗികളുടെയും ബന്ധുക്കളുടെയും പരാതി. ചികിത്സ ലഭിക്കാൻ രോഗികൾ തൃശൂരിലേക്കും കോയമ്പത്തൂരിലേക്കും പോകുന്നു. പണി പൂർത്തിയാക്കിയ കെട്ടിടങ്ങൾ മെഡിക്കൽ കോളേജിന് PWD നൽകാത്തതാണ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് തിരിച്ചടിയെന്ന് അധികൃതർ പറയുന്നു. ഇവിടെ വന്നപ്പോൾ ഇവർ പറയുന്നത് ഇവിടെ ബെഡില്ല, നിങ്ങൾ തൽക്കാലം വേറെ എവിടെ കൊണ്ടുപോകും. രോഗിന് ഇവർ ഇവിടെ നിന്ന് ഇറക്കാൻ വിട്ടിട്ടില്ല. രോഗി ഹോസ്പിറ്റലിൽ മറ്റേ ആംബുലൻസ് ഒന്നും ഇവർ ഇറക്കിയിട്ടില്ല രോഗിനെ. എന്നിട്ട് ഒരാൾ വന്നിട്ട് ആ രോഗിനെ വന്ന് നോക്ക്, എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്യണ്ടേ. ഒരു ചികിത്സയും കൊടുക്കാണ്ട് 1 മണിക്കൂർ ആ രോഗി ഇവിടെ കടന്നു. പിന്നെ അവസാനം പറഞ്ഞു നിങ്ങൾ സൂപ്രണ്ടിനെ പോയി കാണിയുന്നത്. ഞാൻ സൂപ്രണ്ടിൻ്റെ അടുത്ത് പോയപ്പോൾ സൂപ്രണ്ട് വന്ന് സംസാരിച്ച് പറയണത് നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ അത്രയും പെട്ടെന്ന് പറയണമെങ്കിൽ കൊണ്ടുപോയിക്കോളെ, ഇവിടെ നമുക്ക് പറ്റില്ല. അവർ പറയണത് ഇവിടെ ബെഡില്ല, അതാണ് ഇവർ പറയണത്. ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ ഇവിടെ ബെഡില്ല പറഞ്ഞാൽ ഇവിടെ ബെഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് കാണിച്ചു തരേണ്ട. ഇവർ പനി വന്നിട്ട് ഞങ്ങൾ പത്രിപ്പാലി കൊണ്ടുപോയി. അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ട്, നിങ്ങൾ കൊണ്ടുപോയിക്കോളിയും പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നതാണ് നിങ്ങളുടെ ഇവിടേക്ക് കൊണ്ടുവന്നാണ്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവർ ഡോക്ടർ നോക്കാനോ അങ്ങോട്ട് ഇറക്കാനോ അവർ സമ്മതിച്ചിട്ടില്ല. ബെഡില്ല, അങ്ങോട്ട് ഇറക്കുക വേണ്ട കൊണ്ട് 1 മണിക്കൂർ ആ ആംബുലൻസിൽ കടത്തിയെടുക്കണം. ലാസ്റ്റ് ഞങ്ങൾ മടക്കി കൊണ്ടുപോയി. ഇക്ബാൽ അടക്കൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവരുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി എത്തുന്ന ഒരിടത്താണ് ഇത്തരത്തിൽ വലിയ അനാസ്ഥ നടക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു, എത്ര വലിയ നവീകരിച്ചൊരു കെട്ടിടമാണ് പണിതിട്ടിരിക്കുന്നത്. പക്ഷെ അവിടെ കിടക്കകളില്ല, മറ്റ് സൗകര്യങ്ങളില്ല എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആര്യ, 78 വയസ്സുകാരനായിട്ടുള്ള മൊയ്തു എന്ന് പറയുന്ന പാലക്കാട് സ്വദേശിയുമായി കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. പത്തിരിപ്പാലയിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ നിന്നാണ് മൊയ്തുവിനെ പനി വർദ്ധിച്ചതോടുകൂടി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉടൻ മാറ്റാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകുന്നത്. പക്ഷേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വന്നപ്പോൾ ഈ മൊയ്തുവിനെ ആശുപത്രി അകത്തേക്ക് പോലും കയറ്റിയില്ല. കാരണം ഈ വ്യക്തിയെ ICUയിൽ തന്നെ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകണം. പക്ഷേ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUയിലുള്ളത് ആകെ 5 കിടക്കകളാണ്. മൊയ്തുവിനെ കൊണ്ടുവരുന്ന സമയത്ത് ഈ 5 കിടക്കകളിലും രോഗികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൊയ്തുവിന് ചികിത്സ നൽകാൻ കഴിയില്ല. ICUയുള്ള മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്നുള്ളായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ മൊയ്തുവിന്റെ ബന്ധുക്കളെ അറിയിച്ചു. അവരാണ് ആ സങ്കടത്തോടു കൂടി ആ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ആകെ 5 കിടക്കകൾ മാത്രമേ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉള്ളൂ. ഈ ICUയിൽ എന്ന് പറയുമ്പോൾ വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല വാർഡിൽ ആകെ 120 കിടക്കകളേ ഉള്ളൂ. അവിടെ എങ്ങനെ രോഗികൾ പോകും, എങ്ങനെ അവർക്ക് ചികിത്സ ലഭിക്കുമെന്ന് അറിയുന്നില്ല. വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ആ കെട്ടിടങ്ങളൊന്നും ഇതുവരെയും PWD ഈ മെഡിക്കൽ കോളേജ് വിഭാഗത്തിന് കൈമാറിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോഴും നേരിടുന്നത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം എന്ന് പറയുന്നത്. നിരവധി ആളുകളാണ് പാലക്കാട് ജില്ലയിൽ രോഗികളായിട്ടുള്ള ആളുകൾ ചികിത്സ കൃത്യമായി ഈ മെഡിക്കൽ കോളേജിൽ നിന്നോ ജില്ലാ ആശുപത്രിയിൽ നിന്നോ ലഭിക്കാതെ തൃശ്ശൂരിലേക്കും അതുപോലെ തന്നെ കോയമ്പത്തൂരിലേക്കും ചികിത്സ തേടി പോവേണ്ട ഒരു ഗതി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങളായി പാലക്കാട്ടുകാർ പറയുന്നതാണ് ഈ മെഡിക്കൽ കോളേജിലെ ഈ ദുർഗതി എത്രയും പെട്ടെന്ന് മാറ്റണം, അവിടെ പൂർണ്ണ തോതിൽ രോഗികളെ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകണമെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഈ ഏകദേശം 2 പതിറ്റാണ്ടാവുമ്പോഴും ഈ മെഡിക്കൽ കോളേജിന്റെ ഗതി ഇതേപോലെ തുടരുകയാണ്. 78 വയസ്സുള്ള ഒരു വയോധികനെയാണ് ചികിത്സ നൽകാതെ ആംബുലൻസിൽ തന്നെ കടത്തി ICUയുള്ള മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്നുള്ളത് അവിടുത്തെ ജീവനക്കാർ പറയുന്നത്. അവർ പറയുന്നത് തങ്ങളുടെ ഗതികേട് ഇത്തരത്തിലാണ്. 5 കിടക്കകൾ മാത്രമുള്ള ആശുപത്രിയിലേക്ക് എങ്ങനെ ആ വയോധികനെ കൊണ്ടുവന്ന് അവിടെ ഞങ്ങൾ പ്രവേശിപ്പിക്കും, അതുകൊണ്ടാണ് അദ്ദേഹത്തെ മടക്കി കൊണ്ടുപോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞത് എന്നുള്ളതാണ് അവരുടെ ഒരു വിശദീകരണം. എത്രയും പെട്ടെന്ന് PWD പാലക്കാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ അത് പണി പൂർത്തിയാക്കി ഉടൻ തന്നെ മെഡിക്കൽ കോളേജിന് കൈമാറിയിട്ടില്ലെങ്കിൽ പാലക്കാട്ടുകാർക്ക് ആരോഗ്യ മേഖലയിൽ ഇനിയും ഒരു പുരോഗതിയും ഉണ്ടാവില്ല. അവർക്ക് പിന്നെയും കോയമ്പത്തൂരിലേക്കും അതുപോലെ തന്നെ തൃശ്ശൂരിലേക്കും ചികിത്സ തേടി പോവേണ്ടി ഗതി വീണ്ടും തുടരും. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു അടിയന്തര ഇടപെടൽ സർക്കാർ സ്വീകരിക്കണം. മൊയ്തുവിന്റെ കുടുംബത്തിന് ആ സങ്കടം കേട്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയും സർക്കാരും ഇടപെടണം എന്നുള്ളതാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഇക്ബാൽ അടക്കലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.